ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചതിൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പാംക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിലും പിക്കൊക്കെ അയക്കാം കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്തൊന്ന് ഫോളോ ചെയ്യണേ. ഇന്ന് നമ്മളൊരു ബോട്ടിലാട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനതിനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ ഒരു വൈറ്റ് ഇനാമൽ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ബേസ് കോട്ടൊക്കെ ആക്കി റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കയ്യിലുള്ള കുറച്ച് കളേഴ്സൊക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ ഞാനിവിടെ പിങ്ക്, റെഡ്, യെല്ലോ, ഗ്രീൻ, പിന്നെ ഒരു പേർപ്പിൾ, പിന്നെ ഒരു മെറ്റാലിക് ഗ്രീനും ഇത്രയും കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഏതൊക്കെ കളേഴ്സാണോ ഉള്ളത് അത് എടുത്താൽ മതി കേട്ടോ. പ്രത്യേകിച്ചൊരു ഇന്ന കളറ് വേണം അങ്ങനെയൊന്നുമില്ല. എന്നിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ട്രേ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിങ്ങനെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓരോ കളേഴ്സ് ഇങ്ങനെ ഓരോ ഡ്രോപ്പ് ആക്കിയിട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. അപ്പം നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ കളേഴ്സും ആക്കിയതിന് ശേഷം ഞാൻ ഒരു ഈർക്കിലി എടുത്തിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇങ്ങനെ മിക്സ് ചെയ്യല്ല, ജസ്റ്റ് ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിങ്ങനെ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ പാത്രം കഴുകുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്ക്രബ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മളൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യം ഇങ്ങനെ നമ്മളിങ്ങനെ പരന്നിരിക്കുകയല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ചെറുതായിട്ടൊരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. എന്നിട്ട് നമ്മളത് ഈ പെയിൻറ്റിലൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ബോട്ടിലൊന്നിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഒരു പ്രാവശ്യം നമ്മൾ ആക്കുന്ന സമയത്ത് അത്രക്കൊരു കളറായിട്ട് കിട്ടില്ല, കാരണം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡാണല്ലോ, അപ്പോൾ അതിൽ ഒരുപാടൊന്നും ഇങ്ങനെ പെയിൻറ്റ് നിൽക്കില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ ചെയ്യണം. ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ചെയ്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാൻ നോക്കട്ടെ. നമ്മൾ ആ പ്രസ് ചെയ്തിട്ട് ഡിസൈൻ വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒരു ഡിസൈനായിട്ട് വരും, ഒരു കളേഴ്സൊക്കെ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ബോട്ടിൽ ഇങ്ങനെ ഒരു 2-3 എണ്ണം അങ്ങനെ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ സ്ക്രബിന് പകരമായിട്ട് നമുക്ക് സ്റ്റീൽ റൂൾ വേണമെങ്കിലും എടുക്കാം. നമ്മൾ ഈ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റീൽ റൂൾ എടുക്കാം. അപ്പോൾ അതും നല്ലൊരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്തെടുത്താൽ ആ പെയിൻറ്റൊക്കെ നമുക്ക് റിമൂവ് ആയിട്ട് കിട്ടും. എന്നിട്ട് നമുക്കത് കിച്ചണിലൊക്കെ യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ ബോട്ടിൽ ഇങ്ങനെ ഒരു 3-4 സ്ഥലത്ത് ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ബോട്ടിലിൻ്റെ എല്ലാ ഭാഗത്തൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു രീതിയിലൊന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ട്രേയിലേക്ക് ഇങ്ങനെ 3 കളേഴ്സൊന്നും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനിപ്പം റെഡ്, ഗ്രീന്, യെല്ലോ ആ ഒരു 3 കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു സ്ക്രബ് എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമ്മൾ നേരത്തെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പെയിൻറ്റ്, അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്യാതെ തന്നെ നമ്മൾ അതിലൊന്നിങ്ങനെ പ്രസ് ചെയ്തിട്ടൊന്നിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഇത് നല്ലൊരു ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ആ ഒരു 3 കളേഴ്സ് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. നേരത്തെ നമ്മളത് മിക്സ് ചെയ്ത സമയത്ത് ഒരു മെറൂൺ കളർ പോലെയൊക്കെയാണ് ആയത്. എല്ലാ കളറും കൂടെ ഒന്ന് മിക്സ് ആയിട്ട് ഇങ്ങനെ നമ്മളൊരു 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടും. പക്ഷേ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. കാരണം 3 കളേഴ്സ് ഇങ്ങനെ അധികം മിക്സ് ആവാതെ ഇങ്ങനെ ഗ്രീനും റെഡും യെല്ലോ ഒക്കെ കാണുന്നുണ്ട്. നടുക്ക് ഇങ്ങനെ ചെറുതായിട്ടൊരു മിക്സ് ആയിട്ടും അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാനും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 2 സൈഡിലും നമ്മൾ ഒരു 2 ടൈപ്പായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫ്ലവേഴ്സിനൊക്കെ നമുക്ക് സ്റ്റെമ്മും ലീഫൊക്കെ ഒന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു ബ്രൈറ്റ് കളറാണ് കേട്ടോ. എന്നിട്ട് നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള നല്ല പോയിൻറ്റഡ് ബ്രഷൊക്കെ ചീത്തായി പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ബ്രിസിൽസൊക്കെ ഒന്ന് വളഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറ്റുന്ന രീതിയിലൊന്നും ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ചൊരു കട്ടിയുള്ള ഒരു സ്റ്റെമ്മാണ് കേട്ടോ വരയ്ക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അതിനൊരു ലീഫും വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ചൊരു വീതിയുള്ളൊരു ടൈപ്പ് ലീവ്സാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ലീവ്സ് ഇങ്ങനെ ചെയ്യുന്നില്ല. നമുക്ക് ആ ഒരു സ്റ്റെമ്മിലേക്ക് ഇങ്ങനെ 1-2 അപ്പോൾ അങ്ങനെ വരുന്ന രീതിയിലാണ് ഇതിന് കുറച്ചൊരു ഭംഗി ഉണ്ടാവാം. അപ്പം നമ്മൾ ഇതുപോലുള്ള ഫ്ലവേഴ്സ് നമുക്ക് ഈ ബബിൾ റാപ്പ് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ബബിൾ റാപ്പിൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ പെയിൻറ്റൊക്കെ അതിലാക്കിയിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലവേഴ്സിനും ഇതുപോലുള്ള ഒരു ലീവ്സൊക്കെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലൈറ്റ് ഗ്രീന് മാത്രമേ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു സ്റ്റെമ്മും ലീഫും ചെയ്തിട്ടുള്ളത്. അതിന് കുറച്ചും കൂടി ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ സാബ് ഗ്രീൻ ഒന്ന് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ലീവ്സിന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സൈഡിൽ അതുപോലെ ആ ഒരു സ്റ്റെമ്മിനൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തിട്ടുള്ളെങ്കിൽ നല്ലൊരു എഫക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം നല്ലൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു സ്റ്റെമ്മിനും ലീഫിനും ഒക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ഫ്ലവേഴ്സിനും ഇതുപോലെ ആ സ്റ്റെമ്മും ലീവ്സൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇപ്പം നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ താഴെ ഭാഗത്തൊക്കെ നമ്മൾ ഒരുപാട് ലീവ്സും ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബോട്ടിലിൻ്റെ ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ 1-2 ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രബ് ഉപയോഗിച്ചിട്ട്. പക്ഷേ അത് അത്ര ഒരു കറക്റ്റായിട്ട് കിട്ടിയില്ല. കാരണം ഒരു വളവുള്ളൊരു ഭാഗമാണല്ലോ, അതുകൊണ്ട് അത്ര ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ എന്നാലും നമ്മളതിനിങ്ങനെ ഒരു സ്റ്റെമ്മൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയതായിട്ട് ഇങ്ങനെ കേർവ്ഡ് ആയിട്ടുള്ളൊരു ലൈൻസൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് അത്ര ലെങ്ത്തി ആയിട്ടുള്ള ഒരു സ്റ്റെമ്മ് വരയ്ക്കേണ്ട. ആ ഒരു മേലുള്ള ഫ്ലവേഴ്സിനും ആ ഒരു പകുതിയായിട്ടുള്ള ഒരു സ്റ്റെമ്മ് നോക്കിയിട്ട് വരയ്ക്കാൻ നോക്കുക കേട്ടോ.
ഇപ്പം നമ്മൾ ബോട്ടിലിൽ ആ ഒരു എല്ലാ ഭാഗത്തും നമ്മൾ ലീവ്സും അതുപോലെ സ്റ്റെമ്മൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബോട്ടിലിൽ ആ ഒരു താഴെ ഭാഗം ഇങ്ങനെ ചെറുതായിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും കൂടെ ഒന്ന് വരച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാപ്ലിൻ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റെമ്മ് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിനിങ്ങനെ നമ്മൾ പെയിൻറ്റ് ബ്രഷ് അല്ല യൂസ് ചെയ്യുന്നത്, ഞാനൊരു ബഡ്സ് എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പെയിൻറ്റിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റെമ്മിൽ ആദ്യം ഫുള്ളായിട്ട് ഇങ്ങനെ യെല്ലോ കളർ കൊണ്ട് ഡോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ റെഡ് കളർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മേലെ തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നല്ലൊരു അട്രാക്ഷൻ കിട്ടുമല്ലോ, ഒരു റെഡും യെല്ലോയും കൂടെ ഒന്ന് വരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഞാനൊരു 2-3 സ്ഥലത്ത് ഇങ്ങനെ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പഴയ ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ടുണ്ട്. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് നോക്കി എടുക്കാം കേട്ടോ. ഇത് മോളെ ബ്രഷാണ്. അപ്പോൾ ആ ഒരു ബ്രഷ് അങ്ങനെ കുട്ടികളുടെ ബ്രഷൊക്കെ ആകുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബ്രഷ് എടുത്തിട്ട് ഞാനിങ്ങനെ പെയിൻറ്റിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ താഴെ ഇങ്ങനെ പുല്ലിനെ പോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഒരു ഗ്രാസിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ട് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിങ്ങനെ ബ്രഷ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഗ്രാസിൻ്റെ എഫക്റ്റ് കിട്ടുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേപ്പർ കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ സ്പോഞ്ചോണ്ട് ഇങ്ങനെ ഡാബ് ചെയ്തിട്ട് വേണമെങ്കിൽ ആ ഒരു ഗ്രാസൊക്കെ വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു രീതിയിലാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്രാസിൻ്റെ എഫക്റ്റ് കൂടെ വന്ന സമയത്ത് നല്ല രസമുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു റെഡും യെല്ലോയും കൂടെ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലവേഴ്സ് എനിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഞാൻ അതിന് ചെറുതായിട്ട് ആ ഒരു അട്രാക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പർപ്പിൾ കളർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പർപ്പിൾ കളർ വെച്ച് ടച്ച് ചെയ്ത് കൊടുത്തപ്പം കുറച്ചൊരു ഭംഗിയൊക്കെ ആയിട്ടുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു ആ ഒരു ബോട്ടിൽ അങ്ങനെ ചെയ്യാത്ത ആ ഒരു ഭാഗത്തുള്ള ഒരു ഡിസൈനാണ് കുറച്ചുകൂടി ഒരു ഭംഗി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്, കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ളതാണ്. ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ഇടാൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയാണിത്. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ ആ ഒരു അധികം നമ്മൾ സ്പ്രെഡ് ചെയ്യാതെ നമ്മൾ ആദ്യം സ്ക്രബ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ടൈപ്പ് ഫ്ലവേഴ്സാണ് കുറച്ചും കൂടി ഒരു ഭംഗിയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയാണോ ഇഷ്ടം എന്ന് വെച്ചാൽ ആ രീതിയിലുള്ള ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുക്കുക. പിന്നെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബഡ്സിൻ്റെത് കഴിയുന്നതും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അതില്ലാത്ത ഒരു പോർഷനാണ് എനിക്ക് ആ ഒരു ബോട്ടിൽ കുറച്ചുകൂടി ഇഷ്ടമായിട്ടുള്ളത്. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും അതിൻ്റെ ഒരു അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നോട് കുറച്ച് പേര് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അലീന റോസ്, അഫ്സാന, മർവാൻ ഇബാദ്, ആരാധ്യ, ജസ്ന ബിജു, സാബിറ, ഗീതിക, ഷാഹിദ ആദിത്യ, അസ്ലിഹ, വേണിക, റിയ ഫാത്തിമ, പൂർണിമ, മുഫ്ലിഹ, രഞ്ജിനി, ലക്ഷ്മി, അനാമിക എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും അതുപോലെ ക്രാഫ്റ്റിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം നമ്മൾ വീഡിയോസ് ഇടുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM മൺഡേ നമ്മൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒരു കുഞ്ഞ് വീഡിയോസ് ആയിട്ട് വരും. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.